നമസ്കാരം. കൊമേഴ്സ് എഡ്യൂ ടിപ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ബട്ടണും ഇനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് തുടർന്നുള്ള ക്ലാസ്സുകളും കൃത്യമായി ലഭിക്കുന്നതായിരിക്കും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് മെറ്റീരിയൽസിൽ അതിൻ്റെ മീനിങ്, അതുപോലെ മെറ്റീരിയൽ കൺട്രോൾ പ്രോസസ്സ്, അത് സെൻട്രലൈസ്ഡ് പർച്ചേസിങ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് നോക്കാം എന്താണ് മെറ്റീരിയൽസ്, എന്താണ് മീനിങ് ഓഫ് മെറ്റീരിയൽസ് എന്ന് നോക്കാം. ദി ടേം മെറ്റീരിയൽ റെഫേഴ്സ് ടു ഓൾ ദി കമ്മോഡിറ്റീസ് കൺസ്യൂംഡ് ഇൻ ദി പ്രോസസ് ഓഫ് മാനുഫാക്ചറിങ് നടക്കുന്ന സമയത്ത്, മാനുഫാക്ചറിങ് കണ്ടക്ട് ചെയ്യുന്ന പ്രോസസ്സിനകത്ത് നമ്മൾ ഫേം കൺസ്യൂം ചെയ്യുന്ന എല്ലാ കമ്മോഡിറ്റീസിനെയുമാണ് എന്ത് പറയുന്നത്, മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി കമ്മോഡിറ്റീസ് യൂസ്ഡ് അറ്റ് ദി in the process of മാനുഫാക്ചറിങ്ങിൻ്റെ സമയത്ത് ഉപയോഗിക്കുന്ന കമ്മോഡിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ആൻഡ് ദി മെറ്റീരിയൽസ് ഇൻക്ലൂഡ് റോ മെറ്റീരിയൽസ്, കോമ്പോണൻസ്, കൺസ്യൂമബിൾ സ്റ്റോഴ്സ്, മെയിൻ്റനൻസ് മെറ്റീരിയൽസ് എക്സെട്ര. അതായത് നമ്മൾ ഒരു അൾട്ടിമേറ്റ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ കൺസ്യൂമബിൾ ഗുഡ്സ് അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള കമ്മോഡിറ്റീസിനെയുമാണ് എന്ത് പറയുന്നത്, മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ഓൾ ദി കമ്മോഡിറ്റീസ് കൺസ്യൂംഡ് ഇൻ ദി പ്രോസസ് ഓഫ് മാനുഫാക്ചറിങ് സമയത്ത് കൺസ്യൂം ചെയ്യുന്ന എല്ലാ കമ്മോഡിറ്റീസിനെ നമ്മൾ എന്ത് പറയും, മെറ്റീരിയൽസ് എന്ന് പറയും. ഇനി അതിൽ വരുന്ന അടുത്ത ടോപ്പിക്കാണ് മെറ്റീരിയൽ കൺട്രോൾ പ്രോസസ്സിലോട്ട് പോകുമ്പോൾ 4 സ്റ്റേജസ് ആണ് അതിനുള്ളത്. പർച്ചേസിങ്, റിസീവിങ്, സ്റ്റോറേജ് ആൻഡ് ഇഷ്യൂ. മെറ്റീരിയൽ കൺട്രോൾ പ്രോസസ്സിൻ്റെ 4 സ്റ്റേജസ് ആണ് പർച്ചേസിങ്, റിസീവിങ്, സ്റ്റോറേജ് ആൻഡ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ്. ഇനി ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്രോസസ്സിലോട്ട് പോകുമ്പോൾ മെറ്റീരിയൽ കൺട്രോൾ പ്രോസസ്സിൻ്റെ ഫസ്റ്റ് പ്രോസസ്സാണ് പർച്ചേസിങ് എന്ന് പറയുന്നത്. പർച്ചേസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, മെറ്റീരിയൽസ് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ളത്ര ക്വാണ്ടിറ്റിയിൽ, റൈറ്റ് ടൈമിൽ റൈറ്റ് ക്വാണ്ടിറ്റിയിൽ എന്ത് ചെയ്യണം, മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണം. ഒരു ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ആക്യുറേറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യണം. ഇതിനെയാണ് പർച്ചേസിങ് എന്ന പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റോങ് പർച്ചേസ് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള പർച്ചേസൊക്കെ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് പർച്ചേസും ഒക്കെ ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പർച്ചേസിങ് എന്ന് പറയുന്നത് എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു പെർഫോമൻസ് ആണ്, അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ട് പെർഫോം ചെയ്യേണ്ട ഒരു ടാസ്ക് ആണ് പർച്ചേസിങ് എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റീരിയൽ കൺട്രോൾ പ്രോസസ്സിൻ്റെ ഫസ്റ്റ് പ്രോസസ്സാണ് പർച്ചേസിങ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോകുമ്പോൾ നെക്സ്റ്റ് സ്റ്റേജാണ് റിസീവിങ്. നമ്മൾ പർച്ചേസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓർഡറൊക്കെ കൊടുത്ത് പർച്ചേസ് കണ്ടക്ട് ചെയ്ത ശേഷം ഓർഗനൈസേഷനകത്തുള്ള റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് പർച്ചേസ് ചെയ്ത കമ്മോഡിറ്റീസ്, റോ മെറ്റീരിയൽസ് റിസീവ് ചെയ്യാൻ വേണ്ടി ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ ഉണ്ടാവും ചില ഓർഗനൈസേഷനിൽ. ആ റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യണം, നമ്മൾ പർച്ചേസ് ചെയ്ത സാധനം റിസീവ് ചെയ്യണം. ഓക്കെ, അതാണ് റിസീവിങ്ങിൽ പറയുന്നത്. നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോകുമ്പോൾ റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ് റിസീവ് ചെയ്ത മെറ്റീരിയൽസ് അതെന്ത് ചെയ്യണം, സ്റ്റോറേജ് ചെയ്യണം. ആവശ്യമുള്ള സമയത്ത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും കൈമാറ്റം ചെയ്യാൻ വേണ്ടി, ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ആവശ്യമുള്ള സമയത്ത് നൽകാൻ വേണ്ടി അവർ ആവശ്യപ്പെടുന്നത് വരെ അത് എന്ത് ചെയ്യണം, സ്റ്റോറേജ് ചെയ്യണം, സ്റ്റോർ ചെയ്ത് സൂക്ഷിച്ച് വയ്ക്കണം. അതാണ് സ്റ്റോറേജ് എന്ന ഫംഗ്ഷനിൽ അല്ലെങ്കിൽ സ്റ്റോറേജ് എന്ന പ്രോസസ്സിൽ വരുന്നത്. ലാസ്റ്റ് പ്രോസസ്സാണ് ഇഷ്യൂ. നമ്മൾ പർച്ചേസ് ചെയ്ത മെറ്റീരിയൽസ് റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ് റിസീവ് ചെയ്ത് അവരെന്ത് ചെയ്തു, അത് എഫിഷ്യൻ്റ് ആയിട്ട് സ്റ്റോറേജ് ഒക്കെ കണ്ടക്ട് ചെയ്ത് സ്റ്റോറേജ് ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റോർ ചെയ്ത് വച്ചിരിക്കുന്ന മെറ്റീരിയൽ ഫേമിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അല്ലെങ്കിൽ ഓരോ സെക്ഷനും ആവശ്യപ്പെടുന്നതനുസരിച്ച് അവർക്ക് ഇഷ്യൂ ചെയ്യണം. ഓക്കെ, അതിനെയാണ് നമ്മൾ ഇഷ്യൂ പ്രോസസ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയുമാണ് നമ്മുടെ മെറ്റീരിയൽ കൺട്രോൾ പ്രോസസ്സിനകത്ത് വരുന്നത്: പർച്ചേസിങ്, റിസീവിങ്, സ്റ്റോറേജ് ആൻഡ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ്.
ഇനി നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് വാട്ട് ഈസ് സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ്. എന്താണ് സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ്? ഇൻ ലാർജ് കൺസേൺസ് യൂഷ്വലി ദർ വിൽ ബി എ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് കോൾഡ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ടു പർച്ചേസ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ചില ലാർജ് കൺസേൺസിൽ എന്തുണ്ടാവും, സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. അതായത് പർച്ചേസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി മാത്രം എന്ത് ചെയ്യും, സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് കണ്ടക്ട് ചെയ്യും. അപ്പോൾ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഫോർ പർച്ചേസിംഗ് മെറ്റീരിയൽസ് ഫോർ ദി എൻറ്റയർ ഓർഗനൈസേഷൻ്റെ മുഴുവൻ ആവശ്യത്തിനുമായിട്ടുള്ള മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നത് ആരായിരിക്കും, സെപ്പറേറ്റ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഓരോ സെപ്പറേറ്റ്, അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിനെയും ഓരോ ഡിവിഷൻ്റെയും പർച്ചേസിംഗ് ഓർഡർ സ്വീകരിച്ചിട്ട് അവർക്ക് ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യും, മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്ത് കൊടുക്കുകയാണ് സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് ചെയ്യുന്നത്. ഇതാണ് സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ മെറ്റീരിയൽസിൻ്റെ മീനിങ്, മെറ്റീരിയൽ കൺട്രോൾ പ്രോസസ്, സെൻട്രലൈസ്ഡ് പർച്ചേസിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മെറ്റീരിയൽ എന്നുള്ള ടോപ്പിക്ക്. അപ്പോൾ എല്ലാവരും നന്നായി ശ്രദ്ധിച്ച് പഠിക്കുക. മെറ്റീരിയൽസ് എന്താണെന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. അതുപോലെ സെൻട്രലൈസ്ഡ് പർച്ചേസിങ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക.